ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ HCF ഓഫ് ടു നമ്പർ ഈസ് 65 ആൻഡ് 104 ഈസ് 30. HCF നമുക്ക് തന്നിട്ടുണ്ട്, 30 തന്നിട്ടുണ്ട്. ഇഫ് ദ LCM ഈസ് 65 ആൻഡ് 104 ഈസ് 40x തന്നിട്ടേക്കണം. ദെൻ ദ വാല്യൂ ഓഫ് എക്സ് ആണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. ഇവിടെ നമ്മുടെ ഇക്വേഷൻ എന്നാ മക്കളെ? HCF ഇൻറ്റു LCM ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ആണ് നമ്മുടെ ഇക്വേഷൻ തന്നെ. അപ്പോൾ HCF നമുക്ക് തന്നിട്ടുണ്ട് 13 തന്നിട്ട് അതങ്ങനെ തന്നെ എഴുതി. LCM നമുക്ക് 40x തന്നിട്ടുണ്ട്, അതങ്ങനെ തന്നെ എഴുതി. ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 65 ഇൻറ്റു 104 ആണ്. നമ്മളിവിടെ ഒത്തിരി സ്റ്റെപ്പൊന്നും എഴുതാൻ വേണ്ട, മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് പെട്ടെന്ന് എഴുതി നമ്മൾ ചെയ്തു പോകണം. അപ്പോൾ 13 ഇൻറ്റു 14x ഈക്വൽ ടു 65 ഇൻറ്റു 104 വരും. എപ്പോഴും നമ്മൾ എഴുതുമ്പോൾ നമുക്ക് അറിയാൻ പാടില്ലാത്ത വേരിയബിൾ അവിടെ നിർത്തുക, ലെഫ്റ്റ് സൈഡിൽ നിർത്തുക. ഈ രണ്ട് നമ്പർ നേരെ ഇതിന് താഴേക്ക് വിടുക. എപ്പോഴും അത് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്ത് എഴുതിയിട്ട് വെട്ടിക്കുറക്കിനേക്കാളും എളുപ്പം നമ്മൾ ആ നമ്പറുകൾ എഴുതിയിട്ട് കോമൺ ആയിട്ടുള്ളത് വരുന്ന ക്യാൻസലായി പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ 13ഉം 65ഉം കൂടെ വെട്ടിപ്പോയി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 വരും. ദെൻ 5ഉം 14ഉം കൂടെ വെട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു 8 വരും. ദെൻ 8ഉം ഈ 104ഉം കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 13 വരും. കാരണം 104-നകത്ത് 8 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 1, 8, 24 ദാറ്റ് ഈസ് ഈക്വൽ ടു 13 വരും. അപ്പോൾ നമുക്ക് എക്സ് എന്ന് പറയുന്നത് എത്ര കിട്ടി? ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു 13 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 13 വരും. 10th CBSE കുട്ടികൾക്കായിട്ടുള്ള നെക്സ്റ്റ് ഇയർ ക്ലാസ്സുകൾ ക്ലാസ് ഓറയിൽ ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡെയിലി ഹാഫ് അവർ ക്ലാസ്സുകളും എക്സാംസും എല്ലാം ഉൾപ്പെടെ മന്ത്ലി 500 rupees ആണ് വരുന്നത്. താല്പര്യമുള്ള കുട്ടികൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.